കരീം എന്താ പരിപാടി പുറത്തിറങ്ങി നിൽക്കുന്നേ? ഒന്നുമില്ല, കണ്ടന്റുകൾ പുതിയതെടുക്കാൻ വേണ്ടിട്ടേ. ഇപ്പൊ നമ്മള് ഒരാഴ്ചയായിട്ട് ഒന്നും തള്ളുന്നില്ലല്ലോ. കുറച്ചായിട്ട് പുതിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള തപ്പാൻ വേണ്ടിട്ട് ആലോചിച്ച് നിൽക്കാണ്. ശരിയാണ്. നമ്മള് പിന്നെ അല്ല ആശ, നമ്മള് ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും ഒരു അൺസർട്ടനിറ്റിയിലാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആശയ്ക്ക് എന്താ പറയാനുള്ള ഈ സാഹചര്യത്തിൽ? എന്താണ് നിന്റെ ഒരു മാനസികമായിട്ടൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഓഫീസിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി, ടീംസൊക്കെ എത്തിയിട്ടുണ്ട്, പോസിറ്റീവാണ്, അവർ അവരുടേതായ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഈ സമയത്ത് ആശയ്ക്ക് പറയാനുള്ളത്? പറഞ്ഞതുപോലെ നമ്മൾ 1 വീക്കായിട്ട് വളരെയധികം പാനിക് ആയിരുന്നു. ബട്ട് ഇപ്പം നമ്മളും നമ്മളുടെ ഓഫീസും ടീമും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എന്നാലും അൺസർട്ടനിറ്റി സിറ്റുവേഷൻ തന്നെയാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഹോൾഡ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. പക്ഷെ ഇന്നലെയൊക്കെ ആയിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട്, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് അവർക്ക്. അതൊരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. ഇന്നലെ കോൾ ചെയ്ത ഒരാൾ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കൊരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്, ഞാനത് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഞാൻ എന്തേ 1-2 കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഓക്കെ. ശരിയാണ്, നമ്മളെല്ലാവരും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. എൻ്റെ ഇപ്പോൾ ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിലൂടെയും ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോസെ കാണുമ്പോൾ അവിടെ സേഫ് ആണോ, കാര്യങ്ങൾ ഓക്കെ ആണോ. പക്ഷേ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ല, എന്നാൽ ഓക്കെ ആണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പാനിക്കായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിച്ച് അതിനൊരു ഓവർകം ചെയ്യാനാണ് വേണ്ടത്. അപ്പം അത് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാനും എൻ്റെ ടീമും. നമുക്കൊരു കാര്യം ചെയ്യാം കരീമെ, നമുക്ക് ടീമിനോട് ചോദിക്കാം അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരെങ്ങനെയാണ് ഈ ഇതിനെ നോക്കി കാണുന്നത് അല്ലേ? Hi Lucy, how are you? Good morning. So, what is your feeling about the current situation? What's your Okay, for me, regarding the previous week, we all panic and we are afraid of our life. We truly appreciate for the support we received recently, and inshallah, we hope that soon it will end so that we can go back to our normal life. Yeah. So you are ready to face all the challenges? Yeah, we are ready to face all the challenges with a strongly government. We know we are safe in Qatar. Yeah. And for our company, we are grateful for having our supportive boss and team. Yeah. And we'll continue with the rest of the business section. No. Thank you so much, Lucy. Stay positive. We will overcome this situation. Thank you so much, sir. Inshallah. Assalamu alaikum. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? What do you feel about this current situation? Actually, I was panicked and everyone was very afraid. But the leaders assured us that you are safe. Even though the missiles were flying our skies in Qatar, but Qatar leaders assured that you are safe. Okay. What do you do in Address Gateway? At this gateway, I am doing the business development over here. I am promoting this product, Sonica Soundbox, which provides us the privacy and for the meetings and the calls, which improves our productivity in this. Okay. So are you getting any inquiries even this situation? Yes, Alhamdulillah, I'm getting inquiries. People are coming in to know about this product, and I'm getting good opportunities for this. Inshallah, forward for the positive. Okay. Thank you so much for being with us. Sure. And stay positive. Sure. We will overcome this situation. Inshallah, sure. Bye. Thank you. ഇവിടെയുള്ള ആളുകളൊക്കെ എവിടെ പോയി? ഓ, ഷർഫു, ദാനിഷ്, ആശ, എന്താ പരിപാടി? കാര്യമായിട്ടുള്ള പരിപാടിയിലാണല്ലോ. ആണോ? കമ്പനി ഫോർമേഷൻ ഒക്കെ വരുന്നുണ്ടോ ഈ സിറ്റുവേഷനിൽ? എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഷർഫുവിന്റെ ഒരു നിഗമനം? നമ്മള് ഏതൊരു ബിസിനസ്സുകാരും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് മാറി നിൽക്കുക അതൊരു പോസിബിൾ അല്ല. അത് കൂടെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൂടെ സഞ്ചരിക്കുന്നവർക്കാണ് എപ്പോഴും വിജയം ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ ഹിസ്റ്ററികൾ അതാണ് തെളിയിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾ സഞ്ചരിക്കാനുള്ള കമ്പനി ഫോർമേഷൻ വരുന്നുണ്ട്. അങ്ങനെ ബുക്ക് കീപ്പിംഗിന് അതിന്റെ ഓർഡേഴ്സ് ഉണ്ട്. ഒന്നും ഞങ്ങൾ ക്ലോസ് ചെയ്തു. അടിപൊളി, കൺഗ്രാറ്റുലേഷൻ. എന്താണ് ദാനിഷിന്, എന്താണ് ഈ സാഹചര്യത്തിൽ ദാനിഷിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്? അൽഹംദുലില്ലാ, ഇതൊരു ഫേസ് ആണ്. ഇൻഷാല്ലാ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യും. ഒരേ ഒരു പ്രാർത്ഥന, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, പക്ഷെ നമ്മളെല്ലാവരും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ലോകത്ത് വീണ്ടും സമാധാനം വരാൻ പ്രാർത്ഥിക്കണം. അതെ, പിന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. പേഴ്സണൽ ലൈഫും ബിസിനസ് ലൈഫും എന്തായാലും നമ്മളിത്
മാത്രം ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമോ നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. അതെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാന്നുള്ളതാണ്. അതെ, ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികള് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇൻഷാല്ല കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ആശന്റെ ക്ലയന്റ് മീറ്റിംഗ് കഴിഞ്ഞോ? പോസിറ്റീവ് ആയിരുന്നോ? അപ്പൊ വേറെയും ലീഡ്സ് ഒക്കെ വരുന്നുണ്ടോ? ഇൻഷാല്ല സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. We will overcome this situation together. For support. Okay. ദാനിഷേ, നമുക്ക് PR ടീമിനോട് ചോദിക്കാം അവരുടെ എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. ആദിൽ ബ്രോ ബിസിയാണെന്ന് തോന്നുന്നു. Yeah. How do you feel current situation? Current situation, the things are getting back to normal because more than last week. So this week it's better. Okay. Yeah. I was So you are feeling very positive. Yeah. Thank you for being with me. Stay positive. We will overcome this situation. Yeah, sure, sir. Thank you. ഞങ്ങളുടെ PRO ടീമിന് എന്താണ് ഈ അവസ്ഥയെ എങ്ങനെ നോക്കി കാണുന്നത്? ആദിലെ, എന്താണ് ഈ അവസ്ഥയെ നോക്കി കാണുന്നത്? എങ്ങനെയാണ് ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. മുന്നേ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഒരു 10 ദിവസമായല്ലോ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ. 2-3 ദിവസം ചെറിയ പാനിക് ഉണ്ടായിരുന്നു, ബാക്കി ഇപ്പോ നിലവിലെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. നേരത്തെ ഓഫീസിലൊക്കെ വരുന്നുണ്ട് സമയത്ത്. എന്താണ് ഫയാസിന് പറയാനുള്ളത്? ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണത്. ഇപ്പോൾ സ്മൂത്തായി വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തു. അതെ, വർക്കൊക്കെ സ്മൂത്ത് ആണ്. അതെ. ഓക്കെ, ക്ലയന്റിനൊക്കെ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. ഷിറാസ്, എന്താ പറയാനുള്ളത്? അഡ്രസ് ഗേറ്റ്വേന്റെ PRO ഹെഡ് ആണല്ലോ. എന്താണ് ഇപ്പൊ മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? 2-3 ദിവസം മിനിസ്ട്രി ക്ലോസ് ആയിരുന്നെങ്കിലും ഇന്നും നിലക്കായിട്ട് ഓപ്പൺ ആണ്. ഇന്നും പോയിട്ടുണ്ട്. അവിടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യും. ഇൻഷാല്ലാ. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ സെമീർ എന്താ പറയാനുള്ളത് നോക്കാം. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് IT ഹെഡാണ്. എന്താണ് ഈ അവസ്ഥയെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കുറച്ച് അൺസർട്ടനിറ്റി ആണ്, പക്ഷേ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോസിറ്റീവുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. അതെ. പിന്നെ അഡ്രസ് ഗേറ്റ്വേയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ IT സർവീസസ്, കോർപ്പറേറ്റ് സർവീസസ് ചെയ്യുന്നുണ്ട്. അതിൽ ബ്രാൻഡിങ്, അതുപോലെ ERP, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ CRM എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഈ സമയത്ത് എല്ലാവർക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ടീംസ് ഒക്കെ ഓഫീസിൽ സജീവമാണ്. എല്ലാവരും ഇപ്പം സജീവമാണ് നമ്മുടെ ഓഫീസിൽ എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സാഹചര്യത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ലെമിയനോട് ചോദിക്കാം, നമ്മുടെ ഫൈനാൻഷ്യൽ സർവീസസിന്റെ സെയിൽസ് ഹെഡാണ്. എന്താണ് ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കി കാണുന്നത്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അടുത്ത 2 days മാത്രമേ ഉള്ളൂ ഹോപ്പായിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ആക്ടിവേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വർഷം ഓഡിറ്റിങ്ങിന് ടൈം പീരീഡ് ഒന്നും ആയതുകൊണ്ട് എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിലയിൽ ബുക്ക് കീപ്പിങ്ങിന് ഓഡിറ്റിംഗ് ആണ് ചെയ്തത്. സോ അതിന് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവ് ആണ്. ഈ സമയം ഓഡിറ്റിംഗ് സമയത്ത് സോ അതിൻ്റെതായിട്ടുള്ള ആക്റ്റീവും കസ്റ്റമറിന്റെ നിലയിലുണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങും കാര്യങ്ങളായിട്ടുള്ള ക്വയറീസും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ലെമിയ ബിസിയാണ്. യെസ്. പുറത്തെ സാഹചര്യത്തെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? എങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഡിലേ ആവുന്നുണ്ട്. പിന്നെ ഈ നിലവിലുള്ള ഈ ഒരു പ്രോബ്ലംസ് കാരണം ഡിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും കസ്റ്റമേഴ്സ് അതിൻ്റെതായിട്ടുള്ള ടൈം പീരീഡ് വെച്ചിട്ട് വെസ്റ്റിങ്ങും കാര്യങ്ങളും നമ്മൾ കസ്റ്റമേഴ്സിനെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ലെമിയ. സ്റ്റേ പോസിറ്റീവ്. എന്താണ് ഷിഫാനൊക്കെ പറയാനുള്ളത്? ഷിഫാൻ എന്താ ചെയ്യുന്നത് അഡ്രസ് ഗേറ്റ്? ഞാനിവിടെ കൺസൾട്ടേഷൻ ആൻഡ് ഓഡിറ്റിംഗ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നുണ്ട്. പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഓഡിറ്റിംഗിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലോ. പക്ഷെ ഇത് ഓഡിറ്റിംഗിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എൻ്റെ വർക്കിൽ ഒരു ഡിലേയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ പറയുക, ഇപ്പോൾ ഡയറക്റ്റ് മീറ്റിംഗ് നടക്കുന്നില്ലെങ്കിൽ പോലും ഓൺലൈനിൽ കൂടെ എല്ലാം കസ്റ്റമേഴ്സിനൊക്കെ റെഗുലർ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. എല്ലാം നല്ല സ്മൂത്ത് ആണ്, നല്ല പോസിറ്റീവ് ആണ്. എല്ലാം ഹാപ്പി. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റും നോക്കാം അല്ലേ? പുറത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സമാധാനമാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താണ് ഹന്ന മാഡത്തിന് പറയാനുള്ളത്? ഹായ്. എനിക്ക് ആദ്യമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു, നല്ല പാനിക് ആയിരുന്നു ഈ സിറ്റുവേഷന്. ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം കസ്റ്റമേഴ്സിനാണെങ്കിലും കമ്പനി ഫോർമേഷന്റെ കാര്യത്തിൽ ചെറിയൊരു ഡിലേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കസ്റ്റമേഴ്സ് ആക്റ്റീവായിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? അതെ, ഇന്ന് മോർണിംഗ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്നലെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മുന്നേ സംസാരിച്ച് വെച്ച ആളുകളൊക്കെ ഇപ്പം ഇങ്ങനെ പതിയെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങിയോ? അതെ, അവരൊക്കെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ യൂസ്ഡ് ആയി വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുൾ ഇൻഷാല്ലാ അവരെല്ലാം കമ്പനി ഫോം ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓക്കെ, എനിവേ സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. നമ്മുടെ അക്കൗണ്ട്സ് ഹെഡ്
നീനും മാഡത്തിന് എന്താ പറയുക, എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നോക്കി കാണുന്നത്? ഇതായിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു ലാസ്റ്റ് വീക്ക്. പിന്നെ നമ്മളെല്ലാവരും ഓഫീസിലേക്ക് വന്നു, സിറ്റുവേഷൻ നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഓഫീസിൽ വന്നപ്പോൾ എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലാവരും ആക്റ്റീവാണ്, മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് അഡ്രസ് ഗേറ്റ്വേൻ്റെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ ഓഡിറ്റിംഗ് ആണെങ്കിലും കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ എല്ലാം ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ടീമായിട്ട് നിന്നുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ശ്രമത്തിലാണ് അല്ലേ? താങ്ക് യു സോ മച്ച്. ദാനിഷ, നമ്മുടെ ഇഫ്താർ കിറ്റ് വന്നോ? യെസ്. രാഹുല്, ഞാൻ നമ്മുടെ ടീംസ് അംഗങ്ങളോടൊക്കെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. കാരണം അവരെല്ലാവരും ഇപ്പോൾ ഓഫീസിൽ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ രാഹുലിന്റെ കാരണം രാഹുൽ ആക്ച്വലി വിസിറ്റ് ആയിട്ട് വന്നാണ്, ഒരാഴ്ചയിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. എന്താണ് ഈ സിറ്റുവേഷൻ, എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പൊ എന്താണ്? ഇനിഷ്യല് പാനിക് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നോർമലാണ്. ഓഫീസ് ഫംഗ്ഷനിങ് ഒക്കെ നോർമലാണ്. സോ എവരിതിങ് ബാക്ക് ടു നോർമൽ ആണ്. അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാനാണ് തീരുമാനം അല്ലേ? ആക്ച്വലി ഷർഫ്, നമ്മുടെ നമ്മള് പുറത്ത് പോയിട്ട് ഒരു ഇഫ്താർ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. പക്ഷെ എന്റെ സുഹൃത്ത് അറഫാത്ത് അല്ലോസറ റെസ്റ്റോറന്റ് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. ഒരു ഇഫ്താർ കിറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അത് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? ഇവിടെ വെച്ചത്. ആക്ച്വലി ഇതൊക്കെയാണ് അഡ്രസ് ഗേറ്റ്വേയും ടീമിന്റെ ഒക്കെ വിശേഷങ്ങൾ. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ടീം ഉള്ളതാണ്. ഞങ്ങൾ ചെയ്യുന്ന സർവീസുകളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇത് റിലേറ്റഡ് സർവീസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ ടീം വളരെ പ്രൊഫഷണലാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, നല്ല സർവീസ് അഡ്രസ് ഗേറ്റ്വേ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.